വാർത്തയിലേക്ക് വിശദമായി. തിരുവനന്തപുരത്ത് യുവ ഡോക്ടറുടെ ആത്മഹത്യയിൽ വിശദ അന്വേഷണത്തിന് പോലീസ്. അമ്മയുടെയും സഹോദരന്റെയും മൊഴി ഇന്ന് തന്നെ രേഖപ്പെടുത്തും. മരണകാരണം സ്ത്രീധനമോ എന്നതിലാണ് പരിശോധന. സുഹൃത്തിന്റെ കുടുംബം വൻ തുക സ്ത്രീധനം ചോദിച്ചതാണോ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്നാണ് പരിശോധിക്കുക. സംഭവത്തിൽ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി നിർദ്ദേശം നൽകി. ഐശ്വര്യ അനിൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഐശ്വര്യ, കുടുംബാംഗങ്ങൾ തന്നെയാണ് ഇത്തരമൊരു ആരോപണവും സംശയവും ഒക്കെ മുന്നോട്ട് വെച്ചത്. ഇപ്പോൾ വിശദ പരിശോധനയ്ക്കാണ് പോലീസ് തീരുമാനം. എന്ത് നിർദ്ദേശമാണ് മന്ത്രി നൽകിയിട്ടുള്ളത്? വിശദാംശങ്ങൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ PG ഡോക്ടറുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണത്തിനാണ് പോലീസ് ഒരുങ്ങുന്നത്. ഷെഹനയുടെ ആത്മഹത്യ ചെയ്ത ഷെഹനയുടെ കുടുംബത്തിന്റെ മൊഴി വിശദമായി പോലീസ് രേഖപ്പെടുത്തും. അമ്മയുടെയും ഒപ്പം സഹോദരന്റെയും മൊഴിയെടുത്ത ശേഷം കൂടുതൽ അന്വേഷണത്തിന് ഉള്ള നീക്കത്തിലേക്കാണ് പോലീസ് കടക്കുന്നത്. എന്തായാലും ഈ മരണകാരണം സ്ത്രീധനമാണോ എന്നുള്ള ചോദ്യം ഇപ്പോൾ പ്രസക്തമായി ഉയർന്നു വരുന്നുണ്ട്. കാരണം കഴിഞ്ഞ ദിവസം നൈറ്റ് ഷിഫ്റ്റിൽ ഡ്യൂട്ടി ഉണ്ടായിട്ടും ഷെഹന ഡ്യൂട്ടിക്ക് പോകാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഷെഹനയെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അതിനുശേഷം ആ മുറിയിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ പറയുന്നത്, വാപ്പ പോയി, തനിക്ക് ആശ്രയമില്ലാതായി, ഒരുപാട് സ്ത്രീധനം നൽകാൻ തനിക്ക് ആരുമില്ല, സ്നേഹബന്ധത്തിന് ഈ ഭൂമിയിൽ വിലയില്ല, എല്ലാം പണത്തിനു വേണ്ടി മാത്രം എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു ആത്മഹത്യാക്കുറിപ്പ് കൂടി കണ്ടെടുത്തിട്ടുണ്ട്. ഒപ്പം കുടുംബത്തിനും ആ രീതിയിലുള്ള ഒരു പരാതിയുണ്ട്. പക്ഷേ രേഖാമൂലം ഒരു പരാതി ഇതുവരെ കുടുംബം നൽകിയിട്ടില്ല. എങ്കിൽ പോലും ഇതിൽ എന്താണ് സംഭവിച്ചത്, അന്ന് ഷെഹനയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് കൃത്യമായി അറിയണമെന്നുള്ളൊരു താല്പര്യം കുടുംബത്തിനുമുള്ള ഘട്ടത്തിലാണ് ഇപ്പോൾ കുടുംബത്തിന്റെ മൊഴി പോലീസ് രേഖപ്പെടുത്തുന്നത്. അതിനുശേഷം ഈ ആത്മഹത്യാക്കുറിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിന് പോലീസ് മുതിരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒപ്പം തന്നെ ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും കൂടി ഒരു ഇടപെടൽ വരികയാണ്. ഈ ഡോക്ടറുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ സ്ത്രീധനമാണെന്ന ആരോപണമുണ്ടായ സാഹചര്യത്തിൽ അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് വനിതാ ശിശുവികസന വകുപ്പ് ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ റിപ്പോർട്ടും ഉടൻ കൈമാറണമെന്നാണ് വകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശം. എന്തായാലും ഇക്കാര്യത്തിൽ ഇനി വിശദമായൊരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഈ അനസ്തേഷ്യയുടെ ഓവർഡോസ് ആണ് മരണകാരണം എന്നാണ് പ്രാഥമിക നിഗമനം. അതിനുശേഷം പിന്നീട്, അതായത് ഡ്യൂട്ടിയിൽ ഉണ്ടായിട്ടും നേരത്തെയും ഷെഹനയ്ക്ക് ഡിപ്രഷൻ അടക്കം ഉണ്ടായിരുന്നു. അതിനുശേഷം ഡ്യൂട്ടി ഷിഫ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടും ഷെഹന അന്ന് എത്താതിരുന്നത് എന്തുകൊണ്ടാണ്, അന്ന് രാത്രി എന്താണ് ഷെഹനയ്ക്ക് സംഭവിച്ചത്, കൂടുതൽ ആരെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടോ? കാരണം ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഒരു പ്രണയമുണ്ടായിരുന്നു, അത് വിവാഹാലോചനയിലേക്ക് കടക്കുന്നു. അവിടെ സ്ത്രീധനം ആവശ്യപ്പെട്ട ആ യുവാവിന്റെ കുടുംബം രംഗത്തെത്തുന്നു. അതിനുശേഷം സ്ത്രീധനം നൽകാമെന്ന് ഷെഹനയുടെ കുടുംബം പറയുന്നുണ്ടെങ്കിലും കൂടുതൽ സ്ത്രീധനം വേണമെന്ന് ഈ യുവാവ് ആവശ്യപ്പെട്ടതായുള്ള ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഈ ആത്മഹത്യാക്കുറിപ്പിൽ ഈ സ്ത്രീധനം എന്നുള്ള ഒരു വാക്ക് വരുന്ന ഒരു ഘട്ടത്തിൽ പോലീസ് വിശദമായി ഈ കേസ് അന്വേഷിക്കും. ഐശ്വര്യ അനിലാണ് വിവരങ്ങൾ നൽകിയത്.